ഹായ്. അപ്പോൾ തുടങ്ങിക്കട്ടെ. ഹായ്, ഹലോ, ഏവർക്കും ഇന്ത്യൻ ലെൻസ് സ്റ്റഡീസിൻ്റെ പുതിയൊരു ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായല്ലേ നമ്മൾ ലൈവ് വന്നിട്ട്. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ കുറച്ച് നാൾ നമ്മളൊരു ഷോർട്ട് പീരീഡ് നമ്മൾ വീഡിയോ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈവ് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ ലൈവ് വീഡിയോ ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോയിൽ കമൻസൊക്കെ വന്നിട്ടുണ്ട് ലൈവ് ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ലൈവിൽ നമുക്ക് കുറേ വിശേഷങ്ങളൊക്കെ പറയാം. ഓണം അടുത്തെത്തി, നിങ്ങളുടെ എല്ലാവരെയും കണ്ടിട്ട് ഒത്തിരി നാളുകളായി. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ചോദിക്കട്ടോ. എനിക്ക് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഉമ മഹേശ്വരി അല്ലേ ഫസ്റ്റിലെ പറഞ്ഞത്? ഹായ് ഉമ, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ജിഷ ഹായ്. വിജി ഹായ് വിജി. അപ്പോൾ നമ്മൾ ഇന്ന് ലൈവിൽ വരാനൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മുടെ ബനാറസിയുടെ ഒരു വീഡിയോയിൽ ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞിരുന്നു. അപ്പം അതിന് ഒത്തിരി പേര് റൈറ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മുടെ സാരിയാണ് കേട്ടോ ഗിഫ്റ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അങ്ങനെ അതാണൊരു പ്രധാന കാരണം ലൈവിലേക്ക് വരാനായിട്ട്. പിന്നെ ഓണം എടുക്കുമല്ലോ, എന്തായാലും ലൈവ് 2-3 ലൈവ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. സുഖം, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. വിജിക്ക് സുഖമാണോ? കട്ട് വർക്കിൻ്റെ സാരീസ് ഇന്നത്തെ ലൈവിൽ നമ്മൾ കുറച്ച് കാണിക്കുന്നുണ്ട്. നല്ല ഒരു റേറ്റിലൊക്കെ തന്നെയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമൊക്കെ ഉള്ളത്, ഇഷ്ടപ്പെടുന്നതൊക്കെ പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ ലൈവിൽ തന്നെ ഒരു പ്രോഡക്റ്റ് നമുക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ആരെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ പറയണേ. ഹായ് സിനു. ഹായ് സിനോസ്. കുറച്ച് പേരായിട്ട് നമുക്ക് ഇതെടുക്കാം അല്ലേ. ഇപ്പം നമ്മളുടെ പ്രോഡക്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മുടെ സാരികളാണെങ്കിലും ടോപ്സിൻ്റെ കളക്ഷൻസ് നമ്മൾ കുറച്ചായല്ലേ കൊണ്ടുവരാട്ടോ. നമുക്ക് മനസ്സിനിണങ്ങുന്ന അങ്ങനത്തെ ടോപ്സൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടണ്ടേ. പിന്നെ ഒത്തിരി അങ്ങോട്ട് വലിച്ചു വാരി ചെയ്യണേക്കാളും നല്ലത് നമുക്ക് ഡെയിലി വെയറും നല്ലൊരു മെറ്റീരിയൽ അതൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇതിനോട് കിട്ടായ്മ വന്നിട്ടാണ് കേട്ടോ. ടോപ്പ് കുറേ പേര് ചോദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സാരിയാണ് നമുക്ക് നല്ല നല്ല കളക്ഷൻസ് വന്നിരിക്കുന്നത്. താങ്ക് യു. ഈ സാരിയാ ഇതിൻ്റെ കളക്ഷൻ ആരും ചോദിക്കരുത്, ഇതില്ല കേട്ടോ. ആരാണ്? ഹായ് ഐഡിയ ആണല്ലേ. ഹായ്. കമൻസൊക്കെ വരുമ്പോൾ പറയണേ. നമുക്ക് 60 പേരോളം കറക്റ്റ് റൈറ്റ് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ ലോട്ട്സിൽ. ടോപ്പ് പുതിയത് വരും, നല്ലൊരു റേഞ്ചിലുള്ളത് കൊണ്ടുവരും. ആരാണ്? ബീന. ഹായ് ബീന. പത്തൊമ്പത് വയസ്സായല്ലേ. 50 ആണോ 19 ആണോ? 19. ഒരു 10 മിനിറ്റ് കൂടി നോക്കാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലല്ലേ ലൈവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ വീഡിയോയിൽ അന്ന് കണ്ടവർ അത് മാത്രമല്ലേ വരുള്ളൂ അല്ലേ. ലൈവ് ഇന്ന ദിവസം ലൈവ് ഉണ്ടെന്നിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ സമയത്ത് ആളുണ്ടാവും.
ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഹായ് അജിത. ഹായ് കല. ചേച്ചിമാരാണോ അനിയത്തിമാരാണോ എല്ലാവരും ഞാൻ പേരാണ് വിളിക്കുന്നത്. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, നമുക്കറിയില്ലല്ലോ. ഹായ് വരദ. ലൈവിൽ കുറേ നാളായല്ലേ വരദ കണ്ടിട്ട്. താങ്ക് യു. ആരാ? ഹായ്. പേര് പറഞ്ഞില്ല. സാധന. ഹായ് സാധന. നിങ്ങൾ സൗണ്ടിൽ പറഞ്ഞു, എനിക്ക് കേൾക്കാൻ പറ്റില്ല. താങ്ക് യു ശ്രീബാല. പുതിയ ഓണം കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, എല്ലാവരും പർച്ചേസ് ചെയ്യണം. പിന്നെ വീഡിയോ നമുക്കിനി വൈകിട്ടൊക്കെ ആയിരിക്കും. അപ്പം കളക്ഷൻസിനെ പറ്റി കമൻസിൽ പറയണം. അത് എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ ഇത്തവണ നമ്മൾ കൊണ്ടുവന്ന സാരീസൊക്കെ. നല്ലൊരു ബഡ്ജറ്റ് പേ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തന്നെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആകട്ടോ കൊണ്ടുവരുന്നത്. ഒത്തിരി കല്യാണ പാർട്ടികളൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് ഈ ഒരു സാരി എടുക്കുന്നുണ്ട്. അങ്ങനെ ഹായ് എലിസബത്ത്. സുഖമാണ് സാധന. സാധനയ്ക്ക് സുഖമാണോ? നമുക്ക് ഇത് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും പേരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണണ്ടേ? നമുക്കൊന്ന് വീഡിയോ നോക്കിയാലോ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ കൊണ്ടിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വീഡിയോയിൽ എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മത്തങ്ങയാണ് ഉപയോഗിച്ചത്. കുറച്ച് കഷ്ണം ഇത്രത്തോളം എടുത്തിട്ടുള്ള അതിൽ ജീരകം, ഇത് ഇൻഗ്രീഡിയൻ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് കണ്ടേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോണത് ഈ മത്തങ്ങയില്ലേ, ഇത് നമ്മൾ ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു വിസിലടിച്ചാൽ മതി. കുറച്ച് വെള്ളം ചേർക്കാം, കുറച്ച് ഉപ്പ് കേട്ടോ. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക കേട്ടോ. അപ്പം ഞാനിത് ഒരു 4-5 സ്പൂൺ പഞ്ചസാര ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രത്തോളമാണ് അരിപ്പൊടി എടുക്കുന്നത് അതിനുള്ള ഒരു മധുരത്തിന് ഇത്രത്തോളം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഈ കള്ളാണ് കേട്ടോ. കള്ള് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാരയും ഈ കള്ളും കൂടി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അലിയിപ്പിച്ച് ചേർത്തെടുക്കണം. നന്നായിട്ട് അതൊന്ന് അലുത്ത് വരുമ്പോൾ നമ്മൾ പൊടിയെടുക്കാം. പൊടി ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പത്തിരി ഇടിയപ്പം പൊടി, ABCൻ്റെ പത്തിരിയോ ഇടിയപ്പം പൊടിയായിട്ടുള്ള നല്ല നൈസ് പൊടി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വറുത്തെടുക്കുന്ന അരിപ്പൊടി ആണെങ്കിലും മതി. നമ്മളിതാ ഈ പൊടി മുഴുവൻ ചേർക്കുക കേട്ടോ. ഇപ്പോൾ കള്ളുമായിട്ട് ഒന്നിങ്ങനെ വെറുതെ ഒന്ന് നനച്ച് വെച്ചതേ ഉള്ളൂ. നമുക്ക് ഇനിയും കള്ള് ചേർക്കണം. അപ്പോൾ പതുക്കെ ഒന്ന് അടച്ചു വെക്കാം, അതിൻ്റെ ഗ്യാസ് ഒന്നും പോകണ്ടല്ലോ. ഇനി നമുക്ക് വേണ്ട എന്നാണെന്നറിയോ? തേങ്ങ കേട്ടോ വേണ്ടത്. തേങ്ങയുടെ കൂടെ നമുക്ക് ചതയ്ക്കാനുള്ളത് ഒരു അരച്ചെടുക്കാനുള്ള രീതിയിൽ ഇതും കൂടെ നമുക്കിതും ഒന്ന് അരച്ച് നോക്കാം. കംപ്ലീറ്റ് പോയി തീർന്നിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മളിപ്പോൾ ഏലക്കയും കൂടി ചതച്ചിട്ടുണ്ട്, നല്ലോണം പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് മത്തങ്ങ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇതാ
മത്തങ്ങ കണ്ടോ നല്ലോണം വെന്തിട്ടുണ്ട്. കൈമാറ്റിക്കുമോനെ. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, തേങ്ങയും മത്തങ്ങയും കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. വെന്ത വെള്ളം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല മായത്തിലൊന്ന് അരച്ചെടുക്കാം. നല്ല മഞ്ഞ കളറിൽ തേങ്ങയും മത്തങ്ങയും നമ്മൾ ഒക്കെ കൂടിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് തേച്ച് കൂട്ടണം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള കള്ള് വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കണം. തേച്ച് കൊടുക്കണം. നമുക്ക് ഇനിയും കള്ള് ചേർക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ല നമ്മളിങ്ങനെ തേച്ച് കൂട്ടിക്കഴിഞ്ഞിട്ട് അരയ്ക്കുമ്പോൾ ഇങ്ങനെ തരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്നിങ്ങനെ ഉടച്ചൊക്കെ കൊടുക്കണം. കേട്ടോ, ഇപ്പം ഇങ്ങനെ നിൽക്കണം. നമ്മുടെ മാവ് നമ്മൾ നനച്ച് വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഇത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു 4 മണിക്കൂർ പൊങ്ങാൻ വയ്ക്കണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മൾ രാവിലെ കലക്കി വെച്ചിട്ടുള്ള ആ മാവ് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നെയ്യൊക്കെ തടവി വെച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് അപ്പച്ചെമ്പിൽ വെച്ച് ആവി വയ്ക്കാം. നമ്മളിതുപോലെ അപ്പച്ചെമ്പിൽ വെള്ളം ഒഴിച്ച് വെച്ചു. അതിങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ വെച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ മത്തങ്ങ കള്ളപ്പം വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഇന്ന് കുത്തി നോക്കാം. വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മത്തങ്ങ കൊണ്ട് കള്ളപ്പം ഉണ്ടാക്കിയത് കണ്ടല്ലോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടല്ലോ നല്ല ഒരു എന്താ പറയുക പ്യുവറായിട്ടുള്ളൊരു സാധനം കൊടുക്കാനൊക്കെ നമുക്ക് പറ്റും. പിന്നെ മത്തങ്ങയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മോന് ഇടയ്ക്കിടയ്ക്ക് പനിയും അങ്ങനെ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വന്നപ്പോൾ എൻ്റെ ഒരു കസിനാണ് പറഞ്ഞത് മത്തങ്ങ കൊണ്ടിട്ട് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഞാൻ മത്തങ്ങ അങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് കഴിക്കത്തില്ലല്ലോ. അപ്പം മത്തങ്ങ ചേർത്തിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ആരാണ് അതിൻ്റെ റൈറ്റ് ആൻസർ, അതിൻ്റെ ഭാഗ്യവാൻ ആരാണ്, ഭാഗ്യവതി ആരാണ് നമുക്ക് നോക്കിയാലോ. എടുക്കട്ടെ? കമൻസ് വന്നിട്ടുണ്ടോ എന്തെങ്കിലും? പറയും. കൊണ്ടുവരാം കേട്ടോ. ഹായ് ഷീജ. ഹായ് വിജി, താങ്ക് യു. ഹായ് പ്രഭ. അപ്പോൾ ദാ എടുത്തോട്ടെ ഞാൻ 60ഓളം പേരുണ്ട് കേട്ടോ. എടുക്കുവാണേ. വിജി രമേശ്. വിജി ആണോ ഇവിടെ ഉള്ള വിജി? വിജി സോളമനാണ്. വിജി രമേശ് കാണുന്നുണ്ടോ? വിജി രമേശ് കേട്ടോ. അപ്പോൾ വിജി രമേശ് എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ അഡ്രസ്സും ഒക്കെ അയച്ചു തരിക. അപ്പോൾ ഇന്നത്തെ വിന്നർ സാരി ലഭിക്കുന്ന ആൾ വിജി രമേശാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള കട്ട് വർക്കിൻ്റെ സാരീസ് ഒരു കുറച്ച് കളക്ഷൻസ് കണ്ടാലോ. നല്ലൊരു കളർ കോമ്പിനേഷൻസിലാണ് വന്നിട്ടുള്ളത്. ഇതേപോലത്തെ കളർ ചാർട്ടിലാണ് കേട്ടോ വരുന്നത്. കളർ ചാർട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റിലെ കാണിക്കുന്നത് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ. ഓർഗൻസ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. ഓർഗൻസ സിൽക്കിൽ വന്നിട്ടുള്ള കട്ട് വർക്കിൻ്റെ സാരിയാണ്. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് പല്ലു പോർഷനൊക്കെ വരുന്നത്. കണ്ടോ,
നല്ല രസമുള്ള കളറാണ് അല്ലേ, പിങ്ക് കളറ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതാ ഇതുപോലെ വരും കണ്ടോ, ഫുൾ കട്ട് വർക്കിൻ്റെ ഒരു സാരി കേട്ടോ. ഇതിന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതുണ്ടല്ലോ, നമ്മൾ ഈ ഒരു രീതിയിൽ എടുക്കാൻ പറ്റത്തുള്ളൂ, ലൈവ് ആയതുകൊണ്ട്. അപ്പം സ്റ്റാൻഡ് ബൈ എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പ്രൈസ് വരുന്നത് 2650 രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. നമ്മുടെ സാരി ഇതാ ഇതുപോലെയാണ് വരുന്നത്. നല്ല കളർ കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ യെല്ലോ വെയർ ചെയ്തിരിക്കുന്നത് കൊണ്ടിട്ട് ചിലപ്പോൾ അത്രയ്ക്ക് ബ്രൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുണ്ടാവില്ല. ഇത് നല്ല രസമാണ് കേട്ടോ. ഇതാ പല്ലു പോർഷനൊക്കെ കണ്ടോ, കട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഡിസൈനാണ് വന്നേക്കണേ. പല്ലുവിൻ്റെ ആ സൈഡ് മുഴുവൻ നല്ല കളർ കോമ്പിനേഷനാണ്. വിത്ത് ബ്ലൗസ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ, പ്ലെയിൻ ആയിട്ടൊരു ബ്ലൗസ് പീസ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2650 രൂപയാണ് ഈ ഒരു ഓർഗൻസ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കട്ട് വർക്ക് സാരീൻ്റെ പ്രൈസ് വരുന്നത്. വിത്ത് ഈ 2650 രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു കളറും കൂടി നോക്കാം അല്ലേ. ജിജ പിടിക്കാം, മോളെ ഒന്ന് പിടിച്ചേ, ലൈവാ. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ദാ ഇതുപോലത്തെ ഒരു കളറാണ് കേട്ടോ, ഒരു ബ്ലൂയിഷ് ഗ്രേ കളറിൽ വന്നിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ. ഇതൊക്കെ നല്ലൊരു ക്ലാസിക്കായിട്ട് വരുന്നൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഇതാ ഉണ്ടോ, നല്ല ഭംഗിയുള്ളതാണ്. കട്ട് വർക്കാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇതാ ഡിസൈൻ ഇതുപോലെ. ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതാ ഇതേപോലെ. ഇതിൽ ചെറിയൊരു വർക്കുണ്ട് കേട്ടോ, ബ്ലൗസിൽ ചെറിയൊരു ത്രെഡ് വർക്ക് ഉണ്ട്. ടോൺ ടു ടോൺ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. 2650 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ടൊരു അടുത്തൊരു കളറ്. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു വയലറ്റ് കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഉണ്ടോ, ഇതുപോലെയാണ് വരുന്നത്. നല്ലൊരു ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ, അടിപൊളി. എല്ലാവർക്കും ഈ കളറൊക്കെ ഇഷ്ടമാവണുണ്ടോ? കട്ട് വർക്കിൻ്റെ സാരിയാണ്. ഇതാ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു കളറാണ് കേട്ടോ. ഇതേപോലെ വരുന്നു. നമ്മൾ ഇത് ഉടുത്ത് കഴിയുമ്പോൾ ദാമൻ പാർട്ടൊക്കെ കണ്ടോ, ഇങ്ങനെ വരും. ഇപ്പം നമ്മൾ കുത്ത് വരുന്ന പോർഷൻ ഇങ്ങനെയാണ്. അതിൻ്റെ താഴെ ദാമൻ പാർട്ടിൽ ഈ കട്ട് വർക്കും അതിൻ്റെ ആ ഒരു ക്രീം കളറിലെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് നല്ല ഭംഗിയായിട്ടൊരു കളർ കോമ്പിനേഷൻ. ഉണ്ടോ, ത്രെഡ് വർക്ക് വന്നിട്ട് കാണാം. നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ.
കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഉടുത്തൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. കണ്ടോ, ടോൺ ടു ടോൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് ഇതിൽ, ത്രെഡ് വർക്കായിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ ഈ ഡിസൈനൊക്കെ? നല്ല ഭംഗിയുള്ള ഒരു പല്ലു പോർഷൻ. പല്ലു കുറച്ചും കൂടി നന്നായിട്ട് കാണിച്ചു. ഇതെല്ലാം തന്നെ 2650 രൂപയാണ്. ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് കേട്ടോ. അടുത്തൊരു കളറ് ഇതുപോലെ. ബ്ലൗസ് പീസ് വരുമ്പോൾ ഇത് തന്നെ. ലാസ്റ്റ് കളർ കേട്ടോ, ഈ ഒരു കളർ കോമ്പിനേഷൻ. നല്ല രസമുള്ള കട്ട് വർക്കിൻ്റെ സാരീസിൻ്റെ കളക്ഷൻസാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ലൈവിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 2650 രൂപയാണ് ഈ കാണുന്ന സാരീൻ്റെ പ്രൈസ് വരുന്നത്. ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നമ്മൾ അവൈലബിൾ ആക്കുന്നത്. നല്ല ഭംഗിയുള്ള വർക്കൊക്കെയാണ്. 2650 രൂപയ്ക്ക് ഭയങ്കര വർത്തായിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ്. എന്നാന്ന് വെച്ചാൽ ഓർഗൻസ സിൽക്ക് ഫാബ്രിക്കാണ്. അതിൽ തന്നെ ഇത്രയും മനോഹരമായിട്ട് കട്ട് വർക്കും കൂടി വന്നിട്ടുണ്ട്. പിന്നെ അതിൽ വന്നിട്ടുള്ള ആ ഒരു ത്രെഡ് വർക്ക് തന്നെ, ആ ഒരു പിങ്ക്, ഇപ്പം കട്ട് വർക്ക് ഇതാണെങ്കിൽ അതിൻ്റെ ആ ഒരു കളർ ടോണിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഒരു ഭംഗിയുള്ള ഒരു ബ്ലൗസ് പീസ് കണ്ടോ. ഇങ്ങനെയാട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ പറയണം. എല്ലാവർക്കൊക്കെ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യണം. എല്ലാം തന്നെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നതും. 2650 രൂപ തന്നെ നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക. അപ്പോൾ ഇത് ലൈവ് ആണെങ്കിൽ പോലും വീഡിയോ റെക്കോർഡായിട്ട് നമ്മൾ അതും വീഡിയോ ഇടുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റാത്തവർക്ക് അങ്ങനെയാണേലും കാണാം, പർച്ചേസ് ചെയ്യാം. നമ്മുടെ പേയ്മെൻറ്റൊക്കെ ഗൂഗിൾ പേയും പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫറൊക്കെ കേട്ടോ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു പ്രയാണത്തിന് മുതൽക്കൂട്ടാവുന്നത്. അതിനെല്ലാവരോടും പ്രത്യേകം താങ്ക്സ് ഉണ്ട്. പിന്നെ കമൻസിൽ എന്തേ വല്ലതും വന്നിട്ടുണ്ടോ? സാധാരണക്കാർക്ക് പ്രൈസ് പറ്റിയൊരു റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കണ ബനാറസിൽ മറ്റേ ചിന്നോൻ ജോർജറ്റിലൊക്കെ കൊണ്ടുവന്നേക്കണ പ്രൈസ് റേഞ്ച് 1695 രൂപയ്ക്കാണ്. നല്ല പ്രൈസ് റേഞ്ച്. ലൈവിൽ ആ സാരി ഒന്ന് കാണണോ? ഞാൻ ലൈവിലായ ഒരു സാരി കാണിക്കാം. അതിൻ്റെ ഒരു സാരി കാണിക്കാവോ? നമ്മളിപ്പോൾ ചിന്നോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള, ചിന്നോൺ ജോർജറ്റിൽ വന്നിട്ടുള്ള സാരി കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് ബനാറസി വീവിങ്ങിൽ ബൂട്ടാസോടുകൂടി വന്നിട്ടുള്ള സാരിയാണ്. ഇപ്പം ഞാൻ നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ ഇത്. പിന്നെ റേഞ്ചിൽ 1000 താഴെയും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓണം കളക്ഷൻസൊക്കെ വരുമ്പോൾ നല്ല നല്ല സാരികൾ വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റേറ്റിനൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു, നമ്മൾ റേറ്റ് അത്രയ്ക്കും നല്ലതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കളറല്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? സാധാരണ നമ്മൾ വീഡിയോ ഇത് കാണുമ്പോൾ ഇത് അങ്ങനെയല്ലല്ലോ, ലൈവിലല്ലേ കാണുന്നത്. കളറ് പല്ലു പോർഷനൊക്കെ കണ്ടോ? ബോർഡർ എങ്ങനെ? ഇതാണ് 1695 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സാരി, അതും ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ. പിന്നെ എന്താ കമൻറ്റ് പറയണേ? പട്ടുപാവാട കൊണ്ടുവരാം. കുട്ടികളുടെ ആണോ അതോ ഇതായിട്ടുള്ളതാണോ?
താങ്ക് യു. ബനാറസിയിൽ തന്നെ ഇതിപ്പോൾ ഒത്തിരി ഡിസൈനായിട്ടോ നമ്മൾ കൊണ്ടുവരുന്നത്. എത്ര 5-മത്തെ ഒരു പാറ്റേണാണ് ഉണ്ടാവും കൊണ്ടുവരുന്നത് അല്ലേ. അതുപോലെ തന്നെ വീതിയുള്ള ബോർഡറിലും വരുന്നുണ്ട്. എന്താ? താങ്ക് യു. കുട്ടികളുടെ പട്ടുപാവാട. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയണം കേട്ടോ, കമൻസ് വായിക്കണേ. നറുക്കെടുത്തു. നറുക്കെടുപ്പിൻ്റെ വിജി രമേശ് ലൈവിലുണ്ടായിരുന്നോ അറിയില്ലല്ലേ. പറയണേ. ഉത്തരം നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തങ്ങയാണ് ഉത്തരം. മത്തങ്ങ കൊണ്ടിട്ടാണ് നമ്മൾ കള്ളപ്പം ഉണ്ടാക്കിയത് കേട്ടോ. ഉണ്ടാക്കുന്ന വീഡിയോ, മേക്കിംഗ് വീഡിയോ കൂടി നമ്മൾ ഇതിനോടൊപ്പം ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി വീണ്ടും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മളൊരു ഹാഫ് ആൻ അവർ ആയല്ലേ, വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ നമ്മുടെ ലൈവിൽ വന്നവർക്കും എല്ലാവർക്കും താങ്ക്സ്. അപ്പം നമ്മുടെ വിജയ്ക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. വീണ്ടും ലൈവ് ഉണ്ടാവും. ലൈവിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഇതുപോലെ കുസൃതികളുമായിട്ട് നമ്മൾ വീണ്ടും കാണും കേട്ടോ. അപ്പം ഇന്നത്തെ ലൈവിൽ കാണിച്ചിട്ടുള്ള പ്രോഡക്ട്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. അത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക കേട്ടോ. അപ്പോൾ മറക്കണ്ട, നമ്മളുടെ വീഡിയോസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ടിന് പ്രത്യേകം താങ്ക്സ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.